ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അമിത എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അമിത, യഥാർത്ഥ പേരല്ല. വിവാഹിതയാണ്. 5 വയസ്സുള്ളൊരു കുട്ടിയുമുണ്ട്. ഭർത്താവ് മറ്റൊരു ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്. സാമ്പത്തികമായി കുറേ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. കുട്ടിക്ക് 5 വയസ്സായല്ലോ. അപ്പോൾ നോക്കാൻ അവിടെ അമ്മായിമ്മയുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ എൻ്റെ വീടുമുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. അടുത്തടുത്ത വീട്ടുകാരാണ്. ഇഷ്ടവുമായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് 2 വീട്ടുകാരും കൂടി കുഞ്ഞിനെ നോക്കിക്കോളും. ദൂരെ എവിടെയെങ്കിലും ജോലി കിട്ടുവാണെങ്കിലും നല്ല ശമ്പളം ഉണ്ടെങ്കിൽ പോകാമെന്ന് വിചാരിച്ച് ഞാൻ ട്രൈ ചെയ്തു. കൊല്ലത്തിനടുത്തായിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. അങ്ങനെ അവിടെ പോയി നിൽക്കാം എന്ന് വിചാരിച്ചു. ഒരു ഹോസ്റ്റലൊക്കെ തപ്പുന്നതിനിടയ്ക്കാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, എടി നിൻ്റെ അപ്പച്ചി അവിടെയല്ലേ, അവരുടെ വീട്ടിൽ നിന്ന് പോയിട്ട് വരാവുന്ന ദൂരത്തിലാണെങ്കിൽ ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പച്ചിയുടെ വീട്ടിൽ വർഷത്തിലൊരിക്കൽ ഞങ്ങൾ പോകാറുണ്ട്. പക്ഷേ അത് ജോലി സ്ഥലത്തിന് അടുത്താണോ എന്ന് അറിയില്ല. സ്ഥലം വലിയ പരിചയമില്ല. അങ്ങനെ ഞാൻ അപ്പച്ചിയെ വിളിച്ചു. അപ്പച്ചി വിളിച്ചപ്പോൾ അപ്പച്ചി പറഞ്ഞു, എടി ഇവിടുന്ന് 3/4 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. ഇവിടെ ഒന്ന് നിൽക്കും മോളെ. ഞാനും ജോലിക്കാരി മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. നീ ഇവിടെ നിന്നാൽ മതി. ഹോസ്റ്റലിൽ നിന്ന് പൈസ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അപ്പച്ചിയുടെ വീട്ടിലേക്ക് അങ്ങ് ചെന്നു. നല്ലൊരു വീടാണ്. അപ്പച്ചിക്ക് 2 ആൺമക്കളാണ്. 2 പേരും വിദേശത്ത് സെറ്റിൽഡാണ്. ഇങ്ങോട്ടേക്കും വരാറില്ല. പണമൊക്കെ ഇഷ്ടംപോലെ അയച്ചു കൊടുക്കും. അങ്ങനെ അപ്പച്ചി അടിച്ചു പൊളിച്ച് തനിയെ കഴിയുകയാണ്. ഭർത്താവ് മരിച്ചു പോയിട്ട് ഏകദേശം 10 വർഷമായി. അപ്പച്ചിക്ക് വയസ്സ് 55. അപ്പച്ചിയുടെ ഭർത്താവിൻ്റെ ഒരു അകന്ന ബന്ധുവാണ് അവിടെ ജോലിക്ക് നിൽക്കുന്നത്. ഷീല ചേച്ചിക്ക് വയസ്സ് 38. ഒരു കുട്ടിയുണ്ട്. പെൺകുട്ടിയാണ്. അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. ഭയങ്കര സുന്ദരിയായ ഒരു സ്ത്രീയാണ് ഷീല ചേച്ചി. പക്ഷേ അവർക്ക് വേണ്ട ചുറ്റുപാടുകളൊന്നും വീട്ടിലില്ലായിരുന്നു. തീരെ ചെറുപ്പത്തിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാൾക്കാണ് ചേച്ചി വിവാഹം കഴിച്ചു കൊടുത്തത്. 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു കുഞ്ഞായി. ആ സമയത്ത് അയാൾ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോയി. പിന്നെ തിരിച്ച് വന്നിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ പൊന്നു ചേച്ചി, ഇത്രയും സൗന്ദര്യമുള്ള സ്ത്രീയൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരാൾ പോകുമോ? അതെനിക്കറിയില്ല മോളെ. അവരുടെ വീട്ടുകാരും മറ്റോ എന്തോ പ്രശ്നമുണ്ടാക്കി അദ്ദേഹം അവിടെ അടിഞ്ഞു പോയതാണ്. അയാൾ പോയെങ്കിൽ പോട്ടെ, ചേച്ചി സുന്ദരിയല്ലേ, ചേച്ചിക്ക് ഇനിയാണെങ്കിൽ നല്ലൊരാളെ കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. നേരത്തെ ഞാൻ വന്നു കണ്ടപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എന്തായാലും കല്യാണം കളവാണോ ഒന്നും എനിക്ക് വേണ്ട. ഒരു കല്യാണം കഴിഞ്ഞു കുട്ടിയുമായി അവളെ നല്ല നിലയിൽ വളർത്താനുള്ള ഒരു വരുമാനം എനിക്കുണ്ട് താനും. ഇവിടുത്തെ 2 ആൺമക്കളും എന്നോട് പറഞ്ഞത്, ചേച്ചി ഇവിടെ നിന്നെങ്ങും പോണ്ട, ഇവിടെ നിന്നാൽ മതി എന്നാണ്. ചേച്ചിക്ക് വേണ്ട ശമ്പളം എത്ര ചോദിച്ചാലും തരുമെന്നാണ്. അവർ 2 പേരും എനിക്ക് തരാറുമുണ്ട്. എനിക്ക് പരമസുഖമാണ് മോളെ എന്ന് പറഞ്ഞു. അത് ശരിയാണ്. ഇവിടുത്തെ 2 ആൺമക്കൾക്കും നല്ല കാര്യമാണ് ഷീല ചേച്ചി അവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്. അപ്പച്ചി ഒന്നും ചെയ്യാറില്ല, എല്ലാവരാണ് ചെയ്യുന്നത്. പാചകമൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും. ഞാൻ ചെന്നതിൽ പിന്നെ ഷീല ചേച്ചിയെ സഹായിക്കാനായിട്ട് ഞാൻ ചെല്ലും. വേണ്ട മോളെന്ന് പറഞ്ഞാലും ഒരു വീട്ടിൽ നിൽക്കുന്നതല്ലേ, ഞാനും കുറച്ചൊക്കെ സഹായിക്കും മാഡം. അവിടുത്തെ ജീവിതം സുഖകരമായിരുന്നു. വീട്ടിലായിരുന്നപ്പോഴും എനിക്ക് ചില ദുശീലങ്ങളൊക്കെ ഉണ്ട്. രാത്രി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരും. ആ സമയത്ത് ഇത്തിരി വെള്ളം കുടിക്കുകയും വേണം. വീട്ടിലാകുമ്പോൾ വെള്ളമെടുത്ത് അടുത്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ആകുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ല. ഒരു ദിവസം ഞാൻ പെട്ടെന്ന് തന്നെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും തൊട്ടപ്പുറത്താണ് ഷീൽ ചേച്ചിയുടെ മുറി. അവിടെ നിന്നും നേരത്തെ ചില അപശബ്ദങ്ങൾ കേൾക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇനി അവർ കൂർക്കം വലിക്കുന്നതാകുമോ? പക്ഷേ ഞാൻ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തു മാഡം. അപ്പോഴേക്കും പോടാ മോനെ എന്നൊക്കെ വിളിക്കുന്നു. ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഒന്നുകൂടി ചെന്ന് കതകിൽ ചേർത്ത് കാത് വെച്ച് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴുണ്ട് ചേച്ചി ആരെയോ നല്ല വഴക്ക് പറഞ്ഞ പോലെ തോന്നുന്നു. ഇത്ര ഉള്ളോടാ നിൻ്റെ ടൈം എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. അകത്ത് ആരോ ഉണ്ട്. പക്ഷേ ആരായിരിക്കും? അപ്പച്ചിയൊന്നും അറിയില്ലേ. അപ്പച്ചിയും അവനും കിടക്കുന്ന റൂമുകൾ തമ്മിൽ ഇത്തിരി ദൂരമുണ്ട്. അതുമാത്രമല്ല, അപ്പച്ചി സന്ധ്യ ആകുമ്പോഴേ കയറി കിടക്കുന്ന ടൈപ്പാണ്. 8 മണിയാകുമ്പോഴേക്കും പുള്ളിക്കാരിക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഉറക്കം വരും. പിന്നെ രാവിലെ 7 മണിയോ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും എഴുന്നേറ്റ് വരികയുള്ളൂ. അപ്പം തന്നെ പല്ല് തേച്ചിട്ട് എല്ലാ വിഭവങ്ങളും കഴിക്കുകയും ചെയ്യും. അങ്ങനൊരു ശീലമാണ്. എന്ത് ചെയ്യാനാ, ജോലിക്കാരുള്ള വീട്ടിൽ അങ്ങനെയൊക്കെ നടക്കും. നമുക്ക് പറ്റുമോ? എന്തായാലും ആ ഒരവസരം മുതലെടുത്താണ് ഇവിടെ ഷീല ചേച്ചി പൂന്ത് വിളയാടുന്നത്. പിന്നെ ഇത്തിരി നേരം നിശബ്ദതയായിരുന്നു. എനിക്ക് തോന്നുന്നു അകത്തുള്ള ആൾക്ക് ഇറങ്ങിപ്പോകാനുള്ള സമയമായി കാണുമെന്ന്. ഞാനാണെങ്കിൽ ഇപ്പുറത്ത് ലൈറ്റ് ഇടാതെ ഒളിച്ചു നിന്നു. ആരാ പോകുന്നത്, എങ്ങനെയാ പോകുന്നത്, എന്തിനാ പോകുന്നത് എന്നൊക്കെ നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിവിടെ നിന്നു.
ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റൊന്നും ഇടാതെ ചേച്ചിയുടെ മുറി തുറന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് എന്തൊക്കെയോ പെറുപുറത്തുകൊണ്ട് രണ്ടുപേരും അടുക്കള സൈഡിലേക്കാണ് വരുന്നത്. കാര്യം അവിടെ കൂടാണ് അയാളെ അകത്ത് കയറ്റിയത്. എന്തായാലും അടുക്കളയിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഭാഗത്തേക്ക് പമ്മി നിൽക്കുകയായിരുന്നു ഞാനില്ലേ. പെട്ടെന്ന് ലൈറ്റ് അങ്ങിട്ടു. വെട്ടം വന്നപ്പോൾ രണ്ടുപേരും കിടുങ്ങിപ്പോയി. വെട്ടത്തിൽ ഞാൻ കണ്ടു മാഡം, കൂടെയുള്ളത് പ്രായമുള്ള ആളൊന്നുമല്ല. കൂടി വന്നാൽ 10-22 വയസ്സുള്ള ഒരു ചെക്കൻ, നല്ലൊരു ചെക്കൻ, വെളുത്ത് തൊടുത്ത് സൗന്ദര്യമുള്ളൊരു ചെക്കൻ. ദൈവമേ, ആ ചെക്കനൊക്കെ ഇവരെ തേടി വരികയാണോ? എനിക്ക് വല്ലാത്ത അസൂയ തോന്നി. അല്ല, എനിക്ക് മാത്രമല്ലേ അവർ വീട്ടിലെ ജോലിക്കാരി. പക്ഷേ ശരിക്കും പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അവർ സുന്ദരിയായ ഒരു സ്ത്രീയല്ലേ. അപ്പോൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. എൻ്റെ മനസ്സിൽ 100,000 ചിന്തകളും അസൂയകളുമെല്ലാം ഒന്നിച്ചു വന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് ഞാൻ വിചാരിച്ച ബോഡി ഷേപ്പോ രൂപമോ ഒന്നുമുള്ള ആളായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ലേ മാഡം. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ അങ്ങ് പ്രേമിച്ചു പോയതാണ്. ചെറുപ്പം മുതലേ കാണുന്നല്ലേ. പക്ഷേ കല്യാണം കഴിഞ്ഞ് കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോയപ്പോൾ, വള്ളപ്പാട്ടും തോണിപ്പാട്ടും തോണി തുഴഞ്ഞു പാടിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സ്നേഹം വേറെ, തോണി തുഴച്ചിൽ വേറെ. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. സ്നേഹമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എല്ലാം സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വലിയ കംപ്ലൈൻറ്റ്സ് ഉണ്ടാകില്ല, അത്ര മാത്രമേ ഉള്ളൂ. എങ്കിലും ചില കാര്യങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ പൂരിപ്പിക്കാതെ അവിടെ കിടക്കും. പക്ഷേ ചേച്ചി ഇവിടെ ദിവസവും പൂരിപ്പിക്കാണല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഒന്ന് ഞെട്ടി നിന്നു. നൊടിയുടെ എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ കൂടെ പോയത്. അവരെ ഞെട്ടി ആരെ ലൈറ്റ് ഇട്ടതെന്ന് നോക്കുകയായിരുന്നു. ഫ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അങ്ങോട്ട് ചെന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി, അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ ഓർത്തു ചേച്ചി ആയിരിക്കുമെന്ന്. ചേച്ചി അങ്ങനെ രാത്രിയിലൊന്നും ഇറങ്ങി വരാറുള്ളതല്ല. അപൂർവമായിട്ട് വന്ന് എല്ലാം കണ്ടുപിടിച്ചോന്ന് ഞാൻ ഭയന്നു പോയെന്ന്. അപ്പോൾ അപ്പച്ചി കിടന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ എഴുന്നേറ്റ് വരില്ലെന്ന് ഇവർക്ക് വർഷങ്ങളായിട്ട് അറിയാം. വർഷങ്ങളായിട്ട് ഇവിടെ എന്നും വൈകിട്ട് കഥകളി നടക്കുന്നുണ്ടെന്ന് എനിക്കും മനസ്സിലായി. ഒന്ന് തന്നെയാണോ അതോ ഒരുപാടുണ്ടോയെന്ന് വിശദമായി ചോദിച്ചെങ്കിൽ മാത്രമേ അറിയുള്ളൂ. അവരെ പിണക്കേണ്ട കാര്യമില്ല. എനിക്ക് അവരോട് ദേഷ്യവുമില്ല. അവരുടെ കള്ളക്കളി ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരിക, അത്ര മാത്രമേ എനിക്ക് രസമുള്ളൂ. അല്ലാതെ അവരെ ദ്രോഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അയ്യോ ചേച്ചി, ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ. അപ്പോഴാണ് ആരോ വരുന്നത് കണ്ടത്. അതുകൊണ്ടാണ് ഞാനങ്ങ് ലൈറ്റ് ഇട്ടത് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. ആ ചെക്കനെ പെട്ടെന്ന് അടുക്കളവാൽ തുറന്നിട്ട്, നീ പോയിക്കോ മോനെ, ഞാനിതൊന്ന് സംസാരിക്കട്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ചെക്കൻ പോയ ശേഷം ചേച്ചീൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, നിൻ്റെ അപ്പച്ചിയോട് പറഞ്ഞു കൊടുക്കരുതേ. ഞാനായിട്ട് പറയില്ല, പക്ഷേ അപ്പച്ചിയായിരുന്നു എൻ്റെ സ്ഥാനത്ത് കണ്ടെങ്കിലോ ഈ വീട്ടിൽ രാത്രി വരുമ്പോൾ അത് റിസ്ക് അല്ലേ? അങ്ങനെ റിസ്ക് ഒന്നുമില്ല മോളെ. അപ്പച്ചി പുറത്തുനിന്ന് ഇറങ്ങി വരികയില്ല. ചേച്ചി അങ്ങനെ ഒരു ടൈപ്പാണ്. കിടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഉറങ്ങുമെന്ന് അവർ പറഞ്ഞു. അപ്പച്ചി അവർ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ എൻ്റെ ശീലേച്ചി, നിങ്ങൾ വലിയൊരു പുള്ളിയാണ്. നിങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഇനി കല്യാണം വേണ്ട, ഒന്നും വേണ്ട, മോളെ വളർത്തി ജീവിച്ചാൽ മതിയെന്ന്. മോളെ വളർത്തുന്നതാണോ മോളെ പ്രായമുള്ളൊരു പയ്യനെ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അത് പിന്നെ എടി, കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞോളൂ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരാളെ തന്നെ സഹിക്കണ്ടേ? ഇതാകുമ്പോൾ അപ്പോൾ ഈ ചെക്കൻ മാത്രമല്ലേ ലിസ്റ്റിൽ? അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, ഈ ലിസ്റ്റൊക്കെ ഒത്തിരി നീളും മോളെ. ഒരു ലിസ്റ്റ് മാത്രം എന്നും നിലനിർത്തുന്ന പരിപാടി ചേച്ചിക്കില്ല. ഓരോ ആഴ്ചയും ചേച്ചി ലിസ്റ്റ് മാറുവടി. എൻ്റെ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് പോലെ മോളെ. ഒത്തിരി ആളുകൾ അതിനകത്ത് കാണും. കൊള്ളാം ചേച്ചി, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. എടി, അങ്ങനെ ആരും അറിയാൻ വഴിയില്ല. നീയാട്ടെന്നെ ഒറ്റ കൊടുക്കാതിരുന്നാൽ മതി. ചേച്ചി എന്തായാലും അറിയില്ല. പിന്നെ ഇവിടെ ഈ കോമ്പൗണ്ടിൽ ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയുകയില്ല. കാര്യം ഇവിടെ അടുത്തങ്ങ് വീടില്ലല്ലോ. നല്ല സേഫ് സ്ഥലമാണ്. അതുകൊണ്ടല്ലേ ഇതിലും കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി കിട്ടിയിട്ടും ഞാനങ്ങ് പോകാതിരുന്നത്. ചേച്ചിയല്ലേ പറഞ്ഞത് കൂടുതൽ ശമ്പളമൊന്നും ഇനി വേണ്ട, ഇഷ്ടംപോലെ ശമ്പളം ഇവിടുത്തെ 2 മക്കളും തരുന്നുണ്ടെന്ന്. അത് പിന്നെ തരാതിരിക്കുമോ? അവർ 2 പേരും എൻ്റെ കയ്യിൽ കൂടി കടന്നു പോയ ചെക്കന്മാരല്ലേ. എന്ന് വെച്ചാൽ അത് തന്നെ ഇവിടുത്തെ പിഞ്ചു വെള്ളരികൾ 2ഉം നട്ട് നനച്ച് വളർത്തിയെടുത്ത് നല്ല മൂത്ത് പഴുപ്പാക്കി വിട്ടത് ഞാനാ മോളെ എന്ന് പറഞ്ഞു. യൂ ചേച്ചി, അങ്ങനെ ഉണ്ടായിരുന്നോ? ആ 2 പേരെയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനൊന്നും പറയില്ലല്ലോ. അവർ ഭയങ്കര സ്നേഹത്തോടുകൂടി ചേച്ചിയോട് പെരുമാറി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തത് അവരെ വളർത്തിയതിൻ്റെ ഒരു സ്നേഹമായിരിക്കുമെന്ന്. വളർത്തി മോളെ, ഞാൻ വളർത്തി, നന്നായി വളർത്തി. അതുകൊണ്ട് അവർക്ക് എന്നോട് സ്നേഹമുണ്ട്. അവരുടെ വളർച്ച നീ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കണ്ടു. നീ വല്ലപ്പോഴല്ലേ ഇങ്ങോട്ട് വരികയുള്ളൂ.
അവരൊക്കെ വളർന്ന് വലിയ പൊസിഷനിലായതിൽ എനിക്കും സന്തോഷം തന്നെ. പക്ഷേ അതിന് പിന്നിൽ എൻ്റെയും കൈകളില്ലേ മോളെ? അവർക്ക് ആ നന്ദി കാണാതിരിക്കുമോ? ആദ്യത്തെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചവരെ ആരെങ്കിലും മറക്കുമോ? പിന്നെ ഞാൻ പറഞ്ഞത് കറക്റ്റാ. ഇതിനേക്കാൾ ശമ്പളം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സാറിൻ്റെ വീട്ടിൽ എന്നെ വിളിച്ചതാണ്. സാറിനും വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും. പക്ഷെ ഞാൻ പോയില്ല. കാര്യം അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലേ അങ്ങേ ദൃശ്യത്തിനനുസരിച്ച് നിൽക്കേണ്ടി വരും. സ്വാതന്ത്ര്യമില്ല. ഇവിടെ ആകുമ്പോൾ എൻ്റെ 2 മക്കളും എനിക്ക് ക്യാഷ് അയച്ചു തരും. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയാ ചേച്ചി, ഇവിടുത്തെ പോലെ സാഹചര്യം അവിടെങ്ങും ഉണ്ടാകില്ലല്ലോ. അത് പോട്ടെ, ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിയെ ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞു. അങ്ങനെ എന്തിനാണ് ഉപേക്ഷിച്ച് പോയത്? ഇതുപോലെ വല്ല സംഗതികളും കണ്ടിട്ടാണോ? എനിക്കിപ്പോൾ സംശയം തോന്നുന്നു. അല്ലാതെ നല്ലവളായ ചേച്ചിയെ ആരെങ്കിലും ഉപേക്ഷിച്ച് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അത് പിന്നെ മോളെ, പണ്ട് തൊട്ടേ വിവാഹത്തിന് മുമ്പ് തന്നെ സൗന്ദര്യമുള്ളവളായതുകൊണ്ട് ഒത്തിരി ആണുങ്ങൾ ഇങ്ങോട്ട് വരുമായിരുന്നു. ഞാനും ഒരു സാധാരണ വീട്ടിലെ അല്ലേ, വലിയ വലിയ വീട്ടിലെ ആണുങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഓർക്കുന്നത് അവർക്ക് എന്നോട് ഇഷ്ടം കൂടി. ചെറിയ വീട്ടിലെ ഒരു പെണ്ണല്ലേ ഞാൻ, എന്നെ അവർ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ച് തീരെ ചെറുപ്പത്തിലെ സൗന്ദര്യവും വലിയ തറവാടിത്തവുമുള്ള പണവുമുള്ള വീട്ടിലെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് സമ്മതിക്കും മോളെ. അതെന്താ ചേച്ചി സാധാരണ ആൾക്കാർക്ക് ഒരിടം കൊടുക്കാത്തതും? അതെന്തോ മോളെ, എനിക്ക് പണ്ടേ എങ്ങനെയാണ്, വലിയ വലിയ വീട്ടിലെ പിള്ളേരായിരിക്കണം, എങ്കിൽ മാത്രമേ ഞാൻ അവസരം കൊടുക്കൂ. സാധാരണക്കാരിയല്ലേ ഞാൻ, എന്നെ അംഗീകരിക്കേണ്ടത് വലിയ വലിയ ആൾക്കാരാണ്. ഇപ്പോഴെനിക്ക് മനസ്സിലായി, അവരെന്നെ അംഗീകരിക്കാൻ വരുന്നൊന്നുമല്ല, അവർക്ക് അവരുടെ കാര്യം നടക്കണം. പിന്നെ ഞാൻ ഓർത്തു, എനിക്കും എൻ്റെ കാര്യം നടക്കണം. സൗന്ദര്യം എൻ്റെ ഒരു കരുത്താണ്. എന്തിനാണ് ഒരാൾക്ക് അടിയറവ് ചെയ്ത് പിന്നെ കുട്ടിയെ വളർത്തി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നത്? അല്ല ചേച്ചി, യഥാർത്ഥ സത്യം പറഞ്ഞില്ല. ഭർത്താവ് ഇത് കണ്ടിട്ടാണോ ചേച്ചി ഉപേക്ഷിച്ചത്? ആ മോളെ, ഇതൊക്കെ പറഞ്ഞാലും വീട്ടുകാർ പറഞ്ഞവരെ കല്യാണം കഴിക്കണ്ടേ? അങ്ങനെ ഞാൻ ഇങ്ങ് കല്യാണം കഴിച്ചു. അങ്ങേര് നല്ല മനുഷ്യനായിരുന്നു. തമിഴനാണെന്ന് നിനക്കറിയാമല്ലോ. എന്തായാലും എനിക്ക് കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങേരുമായിട്ട് ചേർന്ന് പോകാൻ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടായ ശേഷമാണ് ഞാൻ ഇത്രയും മെച്ചപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതോടുകൂടി എൻ്റെ സൗന്ദര്യം ഇരട്ടിയായെന്ന് ഭർത്താവ് തന്നെ പറഞ്ഞു. ഇരട്ടിയായല്ലോ എന്ന് വിചാരിച്ച് എല്ലാം അങ്ങ് ഇരട്ടിയാക്കാമെന്ന് വിചാരിച്ച് ഭർത്താവ് പോയി കഴിയുമ്പോഴേക്കും ഉള്ള ഓഫറുകളൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് സ്വീകരിക്കാൻ തുടങ്ങി മോളെ. ഒരു ദിവസം അങ്ങേരത് കണ്ടുപിടിച്ചു, താക്കീത് ചെയ്തു. പക്ഷേ എനിക്ക് എവിടെയാ മോളെ, മഴ പെയ്താൽ എവിടുന്നെങ്കിലും അഗ്നിപർവ്വതം കെടാറുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നീട് അങ്ങേര് എന്നെ ഇട്ടിട്ട് പോവുകയായിരുന്നു. അതൊരു കണക്കിന് നന്നായി. അങ്ങേര് തമിഴ്നാട്ടിലെങ്ങാണ്ട് പോയിട്ട് വേറെ കല്യാണം കഴിച്ച് താമസിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നാട്ടുകാരോട് പറയുമ്പോഴേക്കും ഞാൻ പറയും ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോയി. യഥാർത്ഥ കാര്യം നാട്ടുകാർക്ക് അറിയില്ലല്ലോ. കാര്യം ഇവിടെയുള്ള പ്രായം കൂടിയ ആളുകളുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ എല്ലാവരെയും അറിയിക്കുക. ചെറുപ്പക്കാരാകുമ്പോൾ ആ പ്രശ്നമില്ല. അവർക്കുള്ളിൽ ആ കാര്യങ്ങളൊക്കെ അങ്ങ് ഒതുങ്ങും. പിന്നെ മോളെ, എന്നെ കണ്ട് പഠിക്കണ്ട എന്ന് വിചാരിച്ച് എൻ്റെ മോളെ ഞാൻ പണ്ടേ ഹോസ്റ്റലിലാക്കി. ഹോസ്റ്റലിൽ നിന്ന് മാക്സിമം പഠിപ്പിക്കും. നല്ല ഹോസ്റ്റലാണ്, അവിടെ നല്ല ഡിസിപ്ലിനാണ്. അപ്പോൾ ചേച്ചിക്കില്ലാത്ത ഡിസിപ്ലിൻ ചേച്ചിയുടെ മോൾക്ക് വേണോ? അത് പിന്നെ വേണ്ടേ? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാൻ ഇപ്പോഴല്ലേ പറ്റുകയുള്ളൂ. അവൾ നല്ല ഡിസിപ്ലിനിൽ പഠിക്കട്ടെ. പിന്നീട് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവൾ തീരുമാനിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനായിട്ട് ഒരു മാതൃക കാണിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് അവളുടെ ഉള്ളിൽ ഞാനിപ്പോഴും നല്ല അമ്മയാണ്. മോളെ, നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നീയായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അപ്പച്ചിയോട് ഒന്നും പറയരുത്. പിന്നെ ഇവിടെ വരുന്ന ആളുകൾ ആരും നിനക്ക് യാതൊരു ദോഷവും ചെയ്യില്ല. നിന്നെ അവർ വിരൽത്തുമ്പിൽ പോലും തൊടാൻ വരില്ല. അവർ നിൻ്റെ ഭാഗത്തേക്കേ വരില്ല. എല്ലാവരെയും മാനേജ് ചെയ്ത് ഞാൻ തിരിച്ചയച്ചോളാം. ഇനി രാത്രിയൊന്നും ഇവിടെ വന്ന് പെട്ടുപോകരുതേ. പെട്ടുപോയാലും മുൾ ലൈറ്റിട്ട് ഞങ്ങളെ പേടിപ്പിക്കല്ലേ എന്നൊക്കെ അവർ പറഞ്ഞു. നന്നായിട്ട് ഇവർ എന്നോട് പഞ്ചാര ഇടുന്നുണ്ട്. കാര്യം ഇവർക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ ഞാനും കൂട്ടുവേണം. പക്ഷേ എന്തുകൊണ്ടോ അവർ ഉള്ളതെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കവരെ ദ്രോഹിക്കാനൊന്നും തോന്നിയില്ല. അപ്പച്ചി അവർ പ്രായമായി, അവരുടെ കിടന്നുറങ്ങുന്നു. ഇവർ ഈ പറഞ്ഞതുപോലെ സർവ്വസ്വാതന്ത്ര്യമുള്ളൊരു വീട്ടിലേക്ക് ആളുകളെ വിളിച്ചു കയറ്റുന്നു. അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആരാണെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെയായി പോകാം. ഞാനും ഒന്ന് ആലോചിച്ചു, എനിക്കും ചിലപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാകും
പ്രവർത്തിക്കുക. ഓൾറെഡി കല്യാണം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സും അപ്സെറ്റായി. പുതിയ വള്ളികൾ തേടി ഉയരാടാൻ എനിക്ക് മോഹമുണ്ട്. പക്ഷേ എൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ വീടും അടുത്തടുത്താണ്. വല്ലതും നടക്കുമോ? ഇല്ല. കുട്ടിയെ വളർത്തി ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി ഭർത്താവ് വരുമ്പോൾ ശീലാവതിയായി വേഷം കെട്ടി നടക്കേണ്ട ഗതികേടാണ്. പിന്നീട് അപ്പച്ചി ഉറങ്ങാൻ പോയി കഴിയുമ്പോഴേക്കും ഞങ്ങൾ 2 പെണ്ണുങ്ങളും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കുറേയധികം സംസാരിക്കും. ചേച്ചിയപ്പം എന്നോട് അന്ന് ആരാണ് വരുന്നതെന്നും ആർക്കാണ് അപ്പോയിൻമെൻ്റ് എന്നും മുൻപ് വന്നിട്ടുള്ളതാണോ, എങ്ങനെയാണ് അവൻ്റെ പ്രത്യേകതകൾ, അവൻ്റെ ഫോട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ച് ആദ്യം കഥാഗതികൾ ഒന്ന് വർണ്ണിക്കും. ഞാനത് സാഗോദം നോക്കിയിരിക്കും. എനിക്കതൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. അവരുടെ കയ്യിൽ വലിയൊരു കളക്ഷനുണ്ട്. ഒരു മാട്രിമോണിയൽ സൈറ്റിൽ പോലും ഇത്ര ആളുകൾ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ കാര്യങ്ങൾ അനിയന്ത്രിതമായി കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങളോ മറ്റോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ചേച്ചി പറഞ്ഞു, അതിനല്ലേ മോളെ അത്യാധുനിക യുഗത്തിൽ പ്രൊട്ടക്ഷൻസ് ഒക്കെ ഉള്ളത്, അതൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യണം. പിന്നെ കന്നി പരുവത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അവരാണെങ്കിൽ പേടിച്ചായിരിക്കും വരുന്നത്. അവരുടെ തന്നെ ആദ്യത്തെ ഒരു ചുവടുവെപ്പായിരിക്കും. അവർക്കപ്പം എന്താ പ്രശ്നം? സേഫ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് സേഫ്. എന്നാലും ചേച്ചിക്കൊരു കുട്ടിയല്ലേ ഉള്ളൂ, ചേച്ചി പണ്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, സ്റ്റോപ്പൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതുവരെ എനിക്ക് അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല. അതിന് കാരണം ഞാൻ ഡേറ്റ് നന്നായിട്ട് കാൽക്കുലേഷൻ ചെയ്യും. പിന്നെ ചില ദിവസങ്ങളിൽ മാത്രമേ ഞാൻ സ്വതന്ത്രയാകൂ. അല്ലാത്ത ദിവസങ്ങളിൽ സുരക്ഷകളൊക്കെ ഞാൻ നോക്കാറുണ്ട് മോളെ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. സത്യം പറയാമല്ലോ, അവർ +2 വരെ എങ്ങാണ്ട് പഠിച്ചിട്ടുള്ളൂ. ഞാനാണെങ്കിൽ PG എടുത്തിട്ടുണ്ട്. അവരുടെ പാതി വിവരമില്ല എനിക്ക്. എല്ലാ കാര്യത്തെ പറ്റിയിട്ടും അവർക്ക് നന്നായി വിവരമുണ്ട്. അതുമാത്രമല്ല ഡേറ്റുകൾ, ചില സംഗതികളുടെ ബ്രാൻഡുകൾ, ക്രീമുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല വിവരമാണ്. ചേച്ചിയുടെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. പലരും പല ഗിഫ്റ്റും കൊണ്ട് കൊടുത്തിരിക്കുന്നു. ഗൾഫിൽ നിന്ന് വന്നവരും ഒക്കെ. വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരെ മാത്രമേ ചേച്ചി കാണുകയുള്ളൂ. ചേച്ചി ശബ്ദമെടുത്ത ഒരു കാര്യമാണ്. ഇനി ആർക്കെങ്കിലും ചേച്ചിയോട് അമിതമായ താല്പര്യം തോന്നുകയാണെങ്കിൽ ചേച്ചി പറയുന്നൊരു എമൗണ്ട് ഉണ്ട്. അത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ചേച്ചി ഇതിന് സമ്മതിക്കുകയുള്ളൂ. പൊതുവേ ചേച്ചിക്കിഷ്ടം വിവാഹം കഴിക്കാത്ത ആൾക്കാരാണ്. വിദേശ രാജ്യത്ത് നിന്ന് അവധിക്ക് വരുമ്പോൾ ചേച്ചിയുടെ അടുത്ത് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഫ്രണ്ടും ചേച്ചിക്കുണ്ടെന്ന്. ആ വഴിയാണ് ചേച്ചിക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചേച്ചി പറഞ്ഞു. അല്ല ചേച്ചി, വീടിന് പുറത്ത് പോയിട്ട് ഒത്തിരി സംസർഗം നടത്തി ഉണ്ടാകുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ. ചേച്ചിയുടെ ഫോട്ടോ കാണുമ്പോഴേക്കും 90% ആൾക്കാരും ഓടി വരുമെന്നാണ് ചേച്ചി പറഞ്ഞത്. അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നി. ഞാനാണെങ്കിലും അവരുടെ അത്ര സുന്ദരിയല്ല. എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും നല്ല പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, സത്യം ചേച്ചി പറഞ്ഞതുപോലെ ചേച്ചിയുടെ ജീവിതം പോലെ എൻജോയ് ചെയ്യാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. അന്ന് ഭർത്താവിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, പല വ്യത്യാസങ്ങളും ഞാൻ അറിയുന്നു. ഒരു കുട്ടി ഉണ്ടായ ശേഷം വലിയ ബുദ്ധിമുട്ടുകളാണ് എനിക്ക് തോന്നുന്നത്. അതെന്താടി? ബുദ്ധിമുട്ട് കുറയുകയല്ലേ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ചെയ്യുക? അതല്ല, യഥാർത്ഥത്തിലുള്ള ആഹ്ലാദം എനിക്ക് കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. നിൻ്റെ ഭർത്താവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോടി എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പ്രതീക്ഷയ്ക്കൊത്ത് പണ്ട് ഉയരുന്നില്ല. ഉയരാൻ മാത്രം ഒന്നുമില്ല ചേച്ചി എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നീ പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത്? പ്രേമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചുറ്റിക്കറങ്ങി നടന്നില്ലേ? ആ സമയത്ത് നീ എന്തോ എടുക്കുമായിരുന്നു? നിനക്കൊന്നും നോക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ചേച്ചി അന്ന് എനിക്ക് നാണമായിരുന്നു, പേടിയായിരുന്നു. എടി മോളെ, ഇങ്ങനെ പ്രേമിക്കുന്നത് എന്തിനാ? വിവാഹത്തിന് മുമ്പേ പലതും അറിയാൻ വേണ്ടിയിട്ടാണ്. വിവാഹത്തിന് മുമ്പ് ഒരു വട്ടമെങ്കിലും എന്തെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നിനക്ക് ഈ അബദ്ധം സംഭവിക്കുമായിരുന്നു. നീ ഒരു മണ്ടിയാണ്. പ്രേമിക്കുമ്പോൾ ഇതൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ചേച്ചി പറഞ്ഞ പച്ച പരമാർത്ഥങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഞെട്ടലോടുകൂടി നിന്നുപോയി. എന്ത് ചെയ്യാനാണ്? ഒരു വഴിയും ഇനിയില്ലല്ലോ ചേച്ചി, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല. എടി, എനിക്ക് കിട്ടുന്ന സദ്യ നീയും കൂടി കഴിച്ചാൽ എന്താ കുഴപ്പം? അയ്യോ വേണ്ട ചേച്ചി, അതൊക്കെ റിസ്ക്കാ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ഒരു റിസ്ക്കും ഇല്ല. അപ്പച്ചി 8 മണിക്ക് ഉറങ്ങാൻ കയറി കഴിഞ്ഞാൽ പിന്നെ
പിറ്റേ ദിവസം 7 മണിയാകുമ്പോൾ എഴുന്നേക്കൂ. ആ ഉറക്കമാണ് മോളെ നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം. ഈ കഥകളൊക്കെ കേട്ട് എൻ്റെ മനസ്സ് നന്നായി മാറിപ്പോയിരുന്നു. ചേച്ചി ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്നെ ഇഷ്ടപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നോട് പറഞ്ഞു, നിനക്ക് എത്ര വയസ്സുണ്ട്? 30 വയസ്സ് പോലുമില്ല. അപ്പോൾ നീ തനി ചെറുപ്പക്കാരിയല്ലേടി? നിന്നെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത്? ആദ്യം കണ്ട് പയ്യൻ തന്നെ വന്നോട്ടെ, അവനാകുമ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാം അതേപടി അനുസരിക്കും. നിനക്കവൻ ഒരു തലവേദനയാകില്ല. ഒന്നിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മോളെ നിർത്തണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കൂ. അല്ല ചേച്ചി, ആ ചെക്കനെ ചേച്ചി എന്തൊക്കെയോ വഴക്ക് പറഞ്ഞു കിട്ടല്ലോ ആ ദിവസം. എടീ, അന്നവൻ വന്നതേ ഉള്ളൂ. ഒത്തിരി നാളായിട്ട് അവൻ എന്നോട് ഫേസ്ബുക്കിൽ കൂടെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നാണ് ഞാൻ അവനൊരു നമ്പർ ശരിയാക്കി കൊടുത്തത്. വന്നു കഴിഞ്ഞപ്പോഴേക്കും ചെക്കന് വല്ലാത്ത സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു. പിന്നെ ഞാൻ അവനെ വഴക്ക് പറഞ്ഞാണ് റെഡിയാക്കി എടുത്തത്. ആവേശം മാത്രം പോരല്ലോ മോളെ, പ്രവർത്തന മണ്ഡലം വിശാലമാക്കാനുള്ള കഴിവും വേണ്ടേ? അല്ല പിന്നെ അവനെ തന്നെ ചേച്ചി എന്തിനാണ് എനിക്ക് ആദ്യം സജസ്റ്റ് ചെയ്തത്? എടീ, ഇപ്പോൾ അവൻ 3 or 4 ട്രെയിനിങ് സെഷൻ കഴിഞ്ഞപ്പോഴേക്കും അവനാണ് എല്ലാറ്റിലും നമ്പർ 1 എന്ന് എനിക്ക് തോന്നുന്നു. ഒളിഞ്ഞുകിടക്കുന്ന ചില മുത്തുകളുണ്ട്, അത് നമ്മൾ കണ്ടെത്തി ഉയർത്തിയെടുക്കണം. ഇപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോളെ നീ പറയും, എൻ്റെ ഭർത്താവ് അങ്ങേരെ എവിടെങ്കിലും അങ്ങ് പോകട്ടെ, എനിക്ക് ഈ കൊമ്പിൽ മാത്രം ഊഞ്ഞാൽ കെട്ടി ആടിയാൽ മതിയെന്ന് എന്ന് പറഞ്ഞ് ചേച്ചി പൊട്ടിച്ചിരിച്ചു. അതിന് മാത്രം മികച്ച ക്വാളിറ്റി ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, ക്വാളിറ്റിയേ ഉള്ളൂ മോളെ. എല്ലാം കഴിഞ്ഞിട്ട് വന്ന് എന്നോട് മുറിവെണ്ണ ചോദിക്കരുത് എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ ഒന്ന് പിച്ചി. എൻ്റെ ചേച്ചി എനിക്ക് പേടിയാകുന്നു. പേടിക്കേണ്ട കാര്യമില്ലടി, ഇപ്പോൾ നീ ആഗ്രഹിക്കുന്നത് പോലെ കറക്റ്റ് പാകമായിരിക്കും. നിൻ്റെ ശരീരപ്രകൃതി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റാണെന്ന്. എൻ്റെ ഊഹങ്ങൾ തെറ്റാറില്ല മോളെ, അതുകൊണ്ട് ഇന്ന് തന്നെ നീ റെഡിയായിക്കോ എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷേ പേടിയുണ്ടായിരുന്നു. കാര്യം അപ്പച്ചിയുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ കിടക്കുന്നത്. ഇത്രയും ദൂരമൊന്നുമില്ല. അപ്പച്ചി അടുക്കളയിലേക്ക് വരില്ല. പക്ഷേ എൻ്റെ റൂമിലേക്ക് കയറുന്നത് ഇത്ര റിസ്ക് അല്ലേ? ഒരു കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ കൂട്ടിരുന്ന് ചേച്ചി പറഞ്ഞു. അന്ന് ഞാൻ തയ്യാറായി നിന്നു. ചെക്കൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തു പറയണമെന്നറിയില്ല. ഒരു കുറ്റബോധവുമുണ്ട്. പക്ഷേ ചേച്ചി അവനോട് എല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾക്ക് ആ ഒരു സെക്കൻഡ് തന്നെ അവസാനമായി. അതിമനോഹരം എന്ന് പറയാവുന്ന ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. അങ്ങനെ അവൻ അടുപ്പിച്ച് ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. കാര്യം ചേച്ചി തന്നെയാണ് പറഞ്ഞത്, അത്രയും കമ്പനികൾ ആവശ്യമാണെന്ന്. ചേച്ചിയുടെ ട്രെയിനിങ് മേഖല കടന്ന് വന്ന പയ്യനായതുകൊണ്ട് പിന്നീട് സ്ഥിരമായി കഴിഞ്ഞപ്പോഴേക്കും അവൻ ചില പിന്നാമ്പുറ കൈകടത്തലുകൾക്കും എന്നോട് അപേക്ഷിക്കാൻ തുടങ്ങി. അവനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അവസാനം അത്തരം കാര്യങ്ങൾക്ക് സമ്മതമൂളുകയും ചെയ്തു. പക്ഷേ ഇത്തിരി കഠിനമായിരുന്നെങ്കിലും പിന്നീട് അതിലേക്കൊക്കെ ഞാനും വീണുപോയി. പക്ഷേ മാഡം, ഇപ്പോൾ കുറേ നാളായി ആ ഒരു കാര്യത്തിൽ എനിക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നു. അതെന്താണെന്ന് അറിയില്ല. സാധാരണ സ്ത്രീകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. തുടർച്ചയായി അതിൽ താല്പര്യം കാണിക്കുന്നത് കൊണ്ടും പ്രവർത്തന മണ്ഡലം വിശാലമാക്കുന്നത് കൊണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ മാഡം? ആരോഗ്യ പ്രശ്നങ്ങൾ? പൊതുവേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ 2 വ്യക്തികളുടെ ഇഷ്ടമായതുകൊണ്ട് പരസ്പര സഹകരണത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാം എന്ന് വെച്ച് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് ഇതിനെ പറയാൻ പറ്റുകയില്ല. കാര്യം അതിന് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. കാര്യം മസിൽസൊക്കെ അല്ലേ, അത് അഴിഞ്ഞു പോകാനും അതേപോലെ അതുമൂലമുണ്ടാകുന്ന ചില ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അണുബാധയ്ക്കുള്ള സാധ്യതയുണ്ട്. സുരക്ഷയില്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. അതേപോലെ പൂർണ്ണമായ ഹൈജീനിക് ആണെന്ന് പറയാൻ പറ്റുകയില്ല. ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളും സൈഡ് എഫക്ട്സുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അതൊരു നല്ല കാര്യമാണെന്നോ അതിലേക്ക് കൂടുതൽ താല്പര്യം ചെലുത്തണമെന്നോ പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പങ്കാളികളുടെ സൗകര്യമാണല്ലോ എന്തും. എങ്കിലും ഈ കഥയെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഭർത്താവുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി മാത്രം വന്ന് തങ്ങുന്ന വീടാണ്. ഇതൊക്കെ ഒന്ന് ഓർക്കണം. ഈ സ്വഭാവം നല്ലതല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ന്യായീകരിച്ച് നിങ്ങളെ ഇപ്പോൾ തിരുത്തിയെടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക.